ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മുടെ APOയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ പറയുന്ന 420/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എന്ന കാറ്റഗറിയിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പറയുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ എന്ത് ചെയ്യുന്ന അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന കലണ്ടർ പ്രസിദ്ധീകരിച്ച സമയത്ത് അല്ലേ, നമ്മുടെ ഈ പറയുന്ന അടുത്ത മുൻ ദിവസങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന ഏപ്രിൽ മാസത്തെ എക്സാമിനേഷൻ കലണ്ടറിനകത്ത് നമുക്ക് അപേക്ഷിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ വലിയൊരു കുറവ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അല്ലെ, മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ചിട്ടുള്ളവരെക്കാളും ഒരു കുറവ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ വന്ന സ്ഥിതിക്ക് ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ കൺഫർമേഷൻ വന്ന കാര്യം പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുൻ വർഷങ്ങളിൽ അതായത് 2021 സമയങ്ങളിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിനെ നിങ്ങൾ നോക്കുക. അത് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന് മേലിലെ ഒരു കാറ്റഗറി നമ്പറാണ് ഈ നൽകിയിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ കാറ്റഗറി നമ്പറാണ് ഈ പറഞ്ഞ 600/2021 എന്ന് പറയുന്നത്. 600/2021 കാറ്റഗറി നമ്പറിൽ വന്നിട്ടുണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിലേക്ക് ആകെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2,37,660 പേരാണ്. 2,37,660 പേരാണ് APOയിലേക്ക് എന്ത് ചെയ്യുന്നത് ആ സമയത്ത് എന്ത് ചെയ്ത് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ നമ്മുടെ 2025 വരുമ്പോൾ 2025 വിളിച്ചിട്ടുണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിലേക്ക് വരുമ്പോൾ ആകെ വിളിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ ആകെ അപേക്ഷിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 32,879 പേരാണ് എന്ത് ചെയ്യുന്നത് അപേക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ. അപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ 2,37,660 പേര് അപേക്ഷിച്ചെടുത്തു നിന്നും 1,32,879 എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് 1,47,081 ആളുകളുടെ കുറവാണ് എന്ത് ചെയ്യുന്നത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത്രത്തോളം ആളുകൾ എന്താണ് കുറവാണ് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന APOയുടെ എക്സാമിനേഷൻ വിളിക്കുന്നത് പറഞ്ഞ 3 വർഷം കൂടുമ്പോഴാണ് അല്ലെ. ഓരോ 3 വർഷം കൂടുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്. കാരണം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയൊക്കെ ഈ പറഞ്ഞ 3 വർഷമാണ്. കാരണം ഇപ്പോൾ വിളിച്ചിട്ടുള്ള നമ്മുടെ 600/2021 എന്ന് പറഞ്ഞ കാറ്റഗറി വന്നിട്ടുണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പോഴും നിലനിൽക്കുകയാണ് അല്ലെ. ആകെ നടന്നിട്ടുള്ള നിയമനങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 640ഓളം നിയമനങ്ങൾ ഇപ്പോൾ തന്നെ നടന്നിട്ടുണ്ട്. 640ഓളം നിയമനങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഇപ്പോൾ ഈ അപേക്ഷിച്ചിട്ടുള്ള ഈ 1,32,879 പേരും ഇതേപോലെ വന്ന് എക്സാമിനേഷൻ എഴുതുമെന്ന് ഒരു യാതൊരു ഉറപ്പുമില്ല അല്ലെ. ഇതിനേക്കാളും കുറവായിരിക്കും പ്രധാനമായിട്ട് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി വരുന്നവർ, കൺഫർമേഷൻ കൊടുക്കുന്നവർ. അപ്പൊ നിങ്ങൾ ഈ വട്ടം ഈ പറഞ്ഞ രീതിയിൽ കൺഫർമേഷൻ കൊടുക്കാതെ പോവുകയാണെങ്കിൽ ഇത്തരത്തിലൊരു അവസരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി കാത്തിരിക്കേണ്ടത് 3 വർഷക്കാലമാണ് അല്ലെ. 3 വർഷക്കാലത്തോളം നമ്മൾ ഈ പറയുന്ന APOയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നീ തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് 26/2/2026 കൺഫർമേഷൻ കൊടുക്കാൻ അവസാനത്തെ തീയതി. അപ്പൊ അപേക്ഷകർ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മുൻ വർഷത്തെക്കാളും ഇച്ചിരിയും കൂടെ എന്താണ് നമുക്ക് മത്സരിക്കേണ്ട ആളുകളുടെ എണ്ണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് കുറവ് കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, അത്യാവശ്യം കുറച്ച് പരീക്ഷകളുടെയൊക്കെ ഇത്തരത്തിൽ അപേക്ഷകർ എണ്ണം ക്രമാതീതമായിട്ട് പറയുന്ന കുറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ പറയുന്ന കമ്പനി ബോർഡ് എലിജിബിലിറ്റി പോലുള്ള എന്താണ് തസ്തികകളിലേക്കുള്ള അപേക്ഷകരുടെ എണ്ണവും ഇത്തരത്തിൽ എണ്ണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന്റെ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം എന്താണ് അപേക്ഷകരുടെ എണ്ണം കുറവാണ്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന മുൻവർഷ കാലത്തെക്കായാലും എന്താണ് വളരെ കുറച്ച് ആളുകളോടുകൂടി തന്നെ മത്സരിച്ചാൽ മതി. പക്ഷേ വളരെ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വളരെ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ നന്നായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, വ്യക്തമായ രീതിയിൽ സിലബസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. വ്യക്തമായ രീതിയിൽ സിലബസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന കലണ്ടറിനകത്ത് വ്യക്തമായിട്ട് നമ്മുടെ APOയുടെ സിലബസ് എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ട് അവിടെ നൽകിയിട്ടുണ്ട്. നോക്കിയേ, ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 8 മാർക്ക്, കേരളം ഭരണ സംവിധാനം 3 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം 4 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കലാകായികം സാഹിത്യം 4 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 10 മാർക്ക്, ലഘുഗണിതം മാനസശേഷി നിരീക്ഷണ പഠനം 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷകൾ 10 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്ക് എന്നിങ്ങനെയാണ് എന്ത് ചെയ്യുന്നതിൻ്റെ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്
അല്ലെ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വർഷം തന്നെ ഒരു ജോലിക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ തസ്തികയിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രധാനമായിട്ട് ഈ സിലബസ് അടിസ്ഥാനപ്പെടുത്തി പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. കാരണം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അറിഞ്ഞിട്ടും ഈ പറയുന്ന രീതിയിൽ കൺഫർമേഷൻ ഒക്കെ കൊടുക്കാതെ പോവുകയാണെങ്കിൽ പിൽക്കാലത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഒരു കുറ്റബോധം തോന്നാൻ പാടില്ല അല്ലെ. നമ്മൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ അപേക്ഷകർ കുറഞ്ഞിട്ടും കൺഫർമേഷൻ കൊടുക്കാതെ എക്സാമിനേഷൻ എഴുതാതെ പോയി എന്നുള്ളതിനെ പറ്റി യാതൊരു തരത്തിലുള്ള ഒരു കുറ്റബോധം പിൽക്കാലത്ത് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ അറിയാത്ത സുഹൃത്തുക്കൾ കാണും ഒരുപാട് പേർക്ക്. ഇത്തരത്തില് കൺഫർമേഷന്റെ തീയതികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പം എല്ലാവർക്കും അറിയണമെന്നില്ല അല്ലെ. എല്ലാവരും ഇത്രയുന്ന രീതിയിൽ അറിയണമെന്നില്ല. കാരണം ഈ പറയുന്ന ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവർ കാണും, ഈ പറയുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോലി ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ PSC പോലെ എക്സാമിനേഷൻസ് എഴുതുന്നവർ കാണും അല്ലെ. വീട്ടിലെ പഴയ ഡിസ്ട്രാക്ഷൻസ് കൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് മറ്റു കാര്യങ്ങൾ കൊണ്ടോ അറിയാതെ പോകുന്നവർ കാണും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത സുഹൃത്തുക്കളിലേക്ക് ഇത് എന്ത് ചെയ്യുക, പങ്കുവെക്കുക എന്നുള്ളതാണ്. അവർ എന്ത് ചെയ്യണം, അപേക്ഷിച്ച് അവർ ജോലിക്ക് കേണ്ടതായിട്ടുണ്ട് അല്ലേ. ഈ പറയുന്ന രീതിയിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫാമിലിയെ സെറ്റിലാക്കുക എന്നുള്ളതാണ് അല്ലെ. ഈ പറയുന്ന ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്ന് സ്വന്തമായിട്ട് സമ്പാദിച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ട് ഒരു ജോലി കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. സമൂഹത്തിൽ ഒരു നിലയും വിലയും ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്താൽ തന്നെ അല്ലെ ഈ പറയുന്ന വലിയൊരു സാമ്പത്തിക ശേഷി ഉണ്ടാക്കിയെടുക്കുക. അത് കൂടാതെ തന്നെ അല്ലെ ഒരു സ്റ്റെബിലിറ്റി ആ ഒരു ജോലിക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമായിട്ടും കണ്ടതുകൊണ്ടാണ് അല്ലെ കാണുന്നത് കൊണ്ടാണ് ഈ പറയുന്ന സർക്കാർ ജോലികളിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഒരുപാട് ആകർഷിക്കപ്പെടുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അർപ്പണം ബോധത്തോടു കൂടി തന്നെ പഠിക്കാൻ വേണ്ടി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന ഓരോ ഭാഗവും സിലബസിന്റെ ഓരോ ഭാഗങ്ങൾ, ചരിത്രം 5 മാർക്ക്, ഈ പറയുന്ന കേരളം, ഇന്ത്യ, ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പൊതുവെ കാണപ്പെടുന്ന ഒരു സിലബസ് തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളായിട്ട് എന്ത് ചെയ്യുന്നില്ല, അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അല്ലേ. ഓക്കെ, അതേപോലെ ഭൂമിശാസ്ത്രം 5 മാർക്ക്, അതേപോലെ തന്നെ ജനതശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 8 മാർക്ക്, കേരള ഭരണ സംവിധാനങ്ങൾ 3 മാർക്ക്, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 4 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ രസതന്ത്രം 3 മാർക്ക്, കലാകായികം 4 മാർക്കിനകത്തും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സാഹിത്യം, സംസ്കാരം, ലഘുഗണിതം 5 മാർക്കിനുണ്ട്. ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും നമ്മൾ ഇത്തരത്തിൽ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സുമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സുകളൊക്കെ എല്ലാ ദിവസവും ഈ പറയുന്ന ആനുകാലിക വിഷയങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അതായത് കറണ്ട് അഫയേഴ്സുകൾ ഫോളോ ചെയ്താൽ തന്നെ അത്യാവശ്യം ചോദ്യങ്ങൾ ഈ പറയുന്ന ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന് മാനസിക ശേഷി നിരീക്ഷണ പാഠത്തിൽ നിന്ന് 5 മാർക്കാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ജനറൽ ഇംഗ്ലീഷ് 6 മാർക്ക്, വൊക്കാബുലറിയിൽ നിന്ന് 5 മാർക്ക് അല്ലെ, വൊക്കാബുലറിയിൽ നിന്ന് 5 മാർക്ക്, ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന് 5 മാർക്ക്, പ്രാദേശിക ഭാഷ മലയാളത്തിൽ നിന്ന് 10 മാർക്ക് എന്നിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ അവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട ഈ പറഞ്ഞ സിലബസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സിലബസിൽ എന്തൊക്കെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേൺ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പറയുന്ന മാറി വന്നിട്ടുള്ള SCERT പുസ്തകങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യം എങ്ങനെ വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. പറയുന്ന മാറി വരുന്ന SCERT പറയുന്ന പുസ്തകങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് വന്നു കണ്ടിട്ടുണ്ട്. ഈ അടുത്തിടെ കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ വുമൺ എക്സൈസ് ഓഫീസറിന്റെ ഒക്കെ പറയുന്ന ചോദ്യ പേപ്പറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് SCERT എന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. SCERT എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ SCERT പുസ്തകങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അതിനകത്ത് നിന്നൊക്കെ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, അപേക്ഷിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അല്ല അറിയാതെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മിസ്സായി കഴിഞ്ഞാൽ, അതായത് ഈ വർഷത്തെ ഈ പറഞ്ഞ APO നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 3 വർഷക്കാലം കഴിഞ്ഞ ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും മറ്റൊരു APOയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കേണ്ടതായിട്ട് വരുന്നത്. ഒരു 3 വർഷക്കാലം, ഓരോ ടൈം, ഓരോ മണിക്കൂർ, ഓരോ ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അതിൽ പറഞ്ഞ 3 വർഷക്കാലത്തേക്ക് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഗ്യാപ്പാണ് അവിടെ എന്ത് ചെയ്യുക, നമുക്കവിടെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അത്രയും പ്രായം അങ്ങോട്ട് പോകും അല്ലേ. അതേപോലെ നമ്മൾക്ക് ഈ പറഞ്ഞ കോമ്പീറ്റ് ചെയ്യേണ്ട ആളുകളുടെ എണ്ണത്തിൽ എന്ത് ചെയ്യും, വ്യത്യാസം വരും. അപ്പം അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ ഒരു ജോലി മേടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യും പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ലക്ഷ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ APOയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഓക്കെ, നമ്മൾ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ ദൗത്യം എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദൗത്യം എന്ന് പറയുന്ന ഒരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാച്ചിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈഫ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചുകളും അതേപോലെ തന്നെ ലൈഫ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചു വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇതിന് വേണ്ടിയിട്ട് മാത്രം
എന്താണ് ഇറങ്ങി തിരിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും എന്താ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ച് കൂടിയാണ് ദൗത്യം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഈ പറയുന്ന 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്കിന് എല്ലാം ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട്. നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക് കണ്ടാൽ തന്നെ അറിയാം ഏകദേശം 20 മാർക്ക് അടുപ്പിച്ച് സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രം എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. നോക്കിയേ, കേരള ജയിൽ വകുപ്പിൽ നിന്ന് 5 മാർക്ക്, മനുഷ്യാവകാശ സംരക്ഷണത്തിൽ നിന്ന് 5 മാർക്ക്, വിവരാവകാശത്തിൽ നിന്ന് 5 മാർക്ക്, മനഃശാസ്ത്ര അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് 5 മാർക്ക്, ഇങ്ങനെ 20 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രം വരുന്നത്. പിന്നെ എല്ലാം BSc ക്ലാസ്സുകളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ദൗത്യം എന്ന ബാച്ചിനകത്ത് നൽകി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബാച്ചിലേക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞങ്ങളെ ജോയിൻ ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈസിലി അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം പറഞ്ഞാലും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമന്റുകളൊക്കെ താഴെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു, ബൈ.